വെറുതെ പറഞ്ഞു ചെയ്തത്. നമ്പ്യാർവട്ടം പഴുത്ത മാങ്ങ രണ്ടെണ്ണം. ആയിക്കൂടെ പോയിങ്ങാണ്ട് പൂവർച്ചയാണ് മുള്ളും കുത്തിക്കണയുമ്പോ തന്നെ. എന്നിട്ട് പറയണ്ട, മൂത്തമ്മ പറയണ്ട. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പച്ചിനോട് കുറച്ച് സ്നേഹം കൂടുതലുള്ള മക്കളായിട്ട് ഏലേലും പോയാലുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പൊ കുഞ്ഞുട്ടി ഞങ്ങളെ ഇടയ്ക്കിടെ കൊണ്ടുവന്നിട്ട് ബസ് കയറ്റി വിട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്റെ വിചാരം ഇപ്പച്ചി അതുവരെ കൂടെ ഉണ്ടല്ലോ, അപ്പൊ ഇപ്പച്ചി ഞങ്ങളെ കൂടെ വരുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പച്ചി ഇല്ലാതെയാണ് പിന്നെ യാത്ര എന്നുള്ളത് അറിഞ്ഞപ്പോ പിന്നെ ആൾക്ക് ചെറിയ സങ്കടവും കരച്ചിലും, പിന്നെ ക്യാമറ എടുത്ത് ഓണാക്കിയപ്പോ പിന്നെ ആള് കുറച്ച് ഡീസന്റ് ആയതാണ്. സ്കൂൾ ബസ്സോ? ഏതാ സ്കൂൾ ബസ്? ആ ബസ്സോ? സ്കൂൾ ബസ്സാ ഏത്? ആ, ഇവിടെ സ്കൂൾ ബസ് ഉണ്ടല്ലേ, അപ്പുറത്ത് സ്കൂൾ ബസ് ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചതാണ്. ആ, പിന്നെ യാത്ര കിട്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ മൂത്തമ്മാന്റെ വീട്ടിൽ കേട്ടോ, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ വീട്. മൂത്തമ്മ കുറേ ദിവസമായിന് എന്നോട് ഇന്ന് വിരുന്ന് വായോ വായോ എന്ന് പറയില്ല കേട്ടോ. ഓണപ്പൂട്ടിന് പറഞ്ഞു, ഞാൻ ചെന്നില്ല. ക്രിസ്മസ് പൂട്ടിന് പറഞ്ഞു, ഞാൻ ചെന്നില്ല. പിന്നെ മൂത്തമ്മനോട് തെറ്റിഞ്ഞ് എനിക്ക് സൗകര്യമാകുമ്പോ വായോ, അന്നെ ഞാൻ വിളിച്ച് വിളിച്ച് മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി വെക്കേഷനിൽ ഒരു 2 ദിവസം മൂത്തമ്മാന്റെ ആ ഒരു ആഗ്രഹത്തിന് പോയി നിൽക്കണം എന്നുള്ളത്. മൂത്തമ്മ ഒരു 3 വർഷം മുമ്പ് ഹൗസ് വാമിംഗ് കഴിഞ്ഞ് പുതിയ വീട്ടിൽ മാറിയതൊക്കെയാണ് കേട്ടോ. പക്ഷെ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. മക്കള് രണ്ടാളും പോയിട്ടുണ്ടായിനി കേട്ടോ. അപ്പൊ സിനിമോന പ്രഗ്നന്റ് ആയ സമയത്തെങ്ങാണ്ടാണ് കേട്ടോ, അങ്ങനെ എന്തോ ആയങ്ങാണ്ടാണ് എനിക്ക് പോകാൻ പറ്റാതായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെ യാത്ര KSRTCയിലാണ് കേട്ടോ. KSRTCയിൽ കുറച്ച് കുത്തലും കുലുക്കലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കാല് വെച്ചിട്ട് ചവിട്ടി പിടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം ഇപ്പച്ചിനെ ചോദിച്ച് അലമ്പാക്കി. പിന്നെ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ യാത്രയൊക്കെ ആസ്വദിച്ച് പിന്നെ ആള് നല്ല പോലെ കടന്നുറങ്ങിയിട്ടുണ്ടേനി കേട്ടോ. നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടേനി. പിന്നെ നിയമോളും അതേപോലെ തന്നെയാണ് കേട്ടോ. ബസ് കയറിയാ ഉറങ്ങുന്ന ആളാണ് നിയമോളും. ഇടക്ക് സേനിക്കുട്ടനെ കേട്ടോ. അജു പിന്നെ അങ്ങനെ ഉറങ്ങേ ഇല്ല കേട്ടോ. അജുവിന് എനിക്കൊന്നും അങ്ങനെ ഉറക്കമൊന്നും വരൂല. ഞങ്ങൾക്ക് പിന്നെ ഒരൊറ്റ ബസ്സിന് പോന്നാൽ മതിട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് ഒറ്റക്ക് പോകുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇടയ്ക്കെന്തെങ്കിലും ബസ് കയറിയാൽ നേരെ കൊപ്പത്ത് ചെന്നിറങ്ങിയാൽ മതി. കൊപ്പത്താണ് കേട്ടോ മുത്തുമ്മാന്റെ വീട്. അപ്പൊ പിന്നെ ഞങ്ങള് ആ ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ ഒറ്റ ബസ്സിന് പോന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പെരിന്തൽമണ്ണ എത്തിയപ്പോ പിന്നെ ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഒക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പൊ ആ സമയത്ത് പിന്നെ അജുവിനെ കൊണ്ട് ഞാൻ അവിടെ അടുത്ത് തന്നെയുള്ള കടയിൽ നിന്ന് പഴംപൊരിയും പിന്നെ അവൾക്ക് തണുത്ത വെള്ളം മതി പറഞ്ഞിട്ട് സമരപ്പൊക്കെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അതാ ലേസും വാങ്ങിയിട്ടുണ്ടേന്. ആ ലേസ് വാങ്ങലോട് കൂടി ഏതായാലും ബസ് പോവാൻ സമയം ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. അല്ലെങ്കിൽ പിന്നെ ഇന്നൊക്കെ പൈസ കുറച്ച് പൊട്ടിയിട്ടുണ്ടേന് കേട്ടോ. പിന്നോല ആസ്വദിച്ച ലൈസൊക്കെ തിന്ന് തീർത്തപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആയിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ മൂത്താപ്പ വന്നിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ മൂത്താപ്പ ഞങ്ങളെ ഓട്ടോറിക്ഷയില് പെരിക്ക് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഇമ്മമ്മയൊക്കെ നേരത്തെ ഇവിടെ വന്ന് ഹാജരായിട്ടുണ്ടേനി. ഞാനും ഇമ്മയും പാടെ പോരണം എന്നാണ് പറഞ്ഞു നിന്നിട്ടുണ്ടേനി കേട്ടോ. പിന്നെ അതിന് മുന്നേ ഇമ്മമ്മ പോന്നപ്പോ ഉമ്മമാന്റെ ഒപ്പം ഉമ്മയും പോന്നിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ ഉമ്മ എന്നെ ഇങ്ങനെ ധൈര്യം കെടുത്തി വിളിച്ചതാണ്, വാവ് 2 ദിവസം ഒന്ന് അവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങള് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ മനഞ്ചെത്തി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ മാമി വരുന്നുണ്ട് കേട്ടോ ഒന്ന്. അപ്പൊ ഒന്ന് പിന്നെ ഇനിയിപ്പോ എല്ലാരും പാടെ വൈകുന്നേരത്ത് നല്ല ഉഷാറായിക്കാരം വന്ന് കുറച്ചു നേരം പിന്നെ ഒരു പന്തലൊക്കെ നടത്തിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ അതാ ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. എല്ലാരും രാവിലെ എണീച്ച് ചായ ഒക്കെ കുടിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേനെ, എന്താ നമുക്കൊരു ചെറുതായിട്ട് ഇതിലൊന്ന് നടന്നു വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചെറിയൊരു പ്ലാൻ അപ്പട്ടതാണ് കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ വണ്ടി വരുന്ന റോഡുകളൊന്നുമില്ല, ചെറിയൊരു റോഡുകളാണ് കേട്ടോ. മെയിൻ റോഡിക്ക് കുറച്ചും കൂടെ പോവാണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനത്തെ റോഡിൽ നടക്കാൻ സുഖാണല്ലോ. അപ്പൊ അത് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോ പിന്നെ എന്താ മുത്തമ്മാന്റെ മോന് പറഞ്ഞ് ഷാലു പറഞ്ഞേ എന്നാ പിന്നെ വരി ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള വൈബ് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടേനു.
ഞാൻ പിന്നെ കണ്ട പൂക്കളൊക്കെ തൊട്ടും തലോടിയും പറിച്ചും നടക്കുന്നത് കണ്ടിട്ട് അജു കുറേ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാല് കുറച്ച് നേരം ഇങ്ങനെ നടക്കുമ്പോഴത്തേന് പിന്നെ ഞാൻ ആ പൂവ് കഴിയുന്നതും വേറെ പൂവ് കാണുമ്പോൾ പറിച്ചും, വെറുതെ ഒരു രസം. പിന്നെ ശാലുവിന്റെ വക കുറേ തള്ളിവിടലിട്ടേന് കേട്ടോ. ഇതൊക്കെ സത്യമാണോ നുണയാണോന്നൊന്നും അറിയില്ലല്ലോ, ഓന്റെ നാടല്ലേ, പിന്നെ എല്ലാവരും വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഓന് ഓരോ സ്ഥലപ്പേരിനും അതിന്റെ ഓരോ കഥകളും ഒക്കെ പറഞ്ഞന്ന് ഞങ്ങളിങ്ങനെ നടത്തിച്ചേന് കേട്ടോ ഇതിലെ. ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു കിടുക്കാച്ചി വ്യൂ പോയിന്റ് ഉണ്ട്. അല്ല ഇതിലെ പോയ പെരീക്കെത്തൂലേ? പെരീക്കെത്തുവോ? അന്ന് രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ ഈ വഴി മറ്റേ വഴി വെച്ചോണ്ടല്ലോ ഇങ്ങനെ ഒരു കുന്നൊരൊറ്റ രീതിയിലാണ് വലിച്ചത്. ആയിക്കോട്ടെ, എങ്ങനെയാണ് ഇജ്ജ് പെരീക്ക് എത്തിച്ചെന്നാ മതി. ഇജ്ജ് പെരീക്ക് എത്തിച്ചാ വന്നാ മതി. ഓ എന്റെ നാട്ടില് ഓനക്കറിയാത്ത മാമ ഇജ്ജെവിടെയും കൊണ്ടേ കൊടുക്കും ഞങ്ങളെ, ഇല്ലെങ്കി ഞങ്ങൾ ഒഴിച്ച് കരഞ്ഞ് വീഴുകോ. കേട്ടല്ലോ? ശരി പ്രഭു, എല്ലാം അങ്ങയുടെ ആജ്ഞ പോലെ ചെയ്യാം. എല്ലാം അങ്ങയുടെ ആജ്ഞ പോലെ. ഇപ്പൊ അങ്ങ് പറയണ കേക്കല്ലാതെ പോലല്ലോ, അങ്ങിന്റെ നാടായി പോയില്ലേ. രാവിലെ കുറച്ച് നടക്കൊക്കെ വേണം. അങ്ങനെ പറഞ്ഞ് ഏതായാലും ഞങ്ങൾക്ക് ആ വൈബുള്ള സ്ഥലത്ത് എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. നല്ല പാടവും മരങ്ങളും മാവും ഒക്കെ ഉള്ള അടിപൊളി ഒരു വൈബ് സ്ഥലം കേട്ടോ. പിന്നെ അവിടെ മാഞ്ചോട്ടിൽ കുറേ മാങ്ങകൾ ഇങ്ങനെ താഴത്ത് നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിട്ടോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു പീസും സംഘടിപ്പിച്ച് ഞങ്ങൾ കിട്ടിയ മാങ്ങകളെ കയ്യിൽ പറക്കി പോന്നു കേട്ടോ. ഞാനും മാമിയും പിന്നെ മൂത്തമാനും മോനും വാച്ചും ഞങ്ങൾ 4 ആളാണ് കേട്ടോ പോയി നിൽക്കുന്നത്. ബാക്കി കുട്ടികളൊന്നും ഉണർന്നിട്ടില്ല, ഓലൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ മാത്രമായിട്ട് പോകുന്നതാണ് കേട്ടോ. ഇനി ചെല്ലുമ്പോൾ തന്നെ ഓല ഉണർന്നിട്ടുണ്ടെങ്കിൽ നല്ല വജായിട്ടോ. ഓല കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ഇളകാല വഴിച്ച് ഓൽക്കാണ് ആയിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ തിരിച്ചു പോട്ടെ. ഇവിടെ ആ ഒരു പ്രകൃതി രമണീയമായ ശബ്ദമൊക്കെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു കേട്ടോ. ഞാൻ വരുന്നുണ്ടേ. ഉണ്ട് പിന്നെ പാടൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ഇല്ലിമുളം കാടുകളൊക്കെ ആയിട്ട് ഒരു കാടിന്റെ വൈബ് വരുന്ന ഒരു സ്ഥലത്ത് കൂടെ കേട്ടോ പിന്നെ ഞങ്ങൾ പോണത്. ഇതിന്റെ 2 സൈഡിലും ഇങ്ങനെ വിറകുകളൊക്കെ ഇങ്ങനെ കിടക്കണം കണ്ടപ്പോൾ മാമിയും ഞാനും പറയുന്നേ, പഠിച്ചോനെ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ വിറകിന്റെ ഒരു പൊടി പോലും ഇവിടെ കാണാണ്ടാവില്ല. ഇവിടെ ഇനിയിപ്പോൾ അധികം ഗ്യാസൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ പ്ലാനൊക്കെ ഇട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോരീന് കേട്ടോ. എത്ര പൂവാടാ? ഒരു പൂ മതി. മരത്തിതാ മരത്തിന്റെ മുകളിൽ മതി മതി മതി. ഇനി കജില് കൊള്ളണല്ലേ. അങ്ങനെ പാടം കഴിഞ്ഞ് കാടും കഴിഞ്ഞ് ഇഞ്ചിപ്പടുത്ത് കുന്നാണ് കേട്ടോ കയറുന്നത്. എന്തായാലും എല്ലാ സ്ഥലവും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടേന് കേട്ടോ. രാവിലത്തെ നല്ലൊരു വർക്കൗട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടേന് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ വളഞ്ഞു തിരിഞ്ഞ് എല്ലാ ഭാഗം കവർ ചെയ്ത് പെരന്റെ അവിടേക്ക് എത്താനായേ. ഞാൻ പിന്നെ കാണുന്ന പൂക്കളും പുഷ്പങ്ങളൊക്കെ വെറുതെ പറിച്ച് നടക്കീനെ. എടാ കുഴി നോക്കിക്കോ, കുഴി നോക്കിക്കോ. ഓലാണെങ്കിൽ മാങ്ങ പൊറുക്കണ പൈപ്പിലാണേ. മാങ്ങകളൊന്നും നമ്മൾ കല്ലെറിഞ്ഞതോ അല്ലെങ്കിൽ കയറി പറിച്ചതോ ഒന്നും അല്ല കേട്ടോ. അതായത് കൂടെ ഇങ്ങനെ ചാടി കിടക്കണതൊക്കെ ഇങ്ങനെ പൊറുക്കി ഞങ്ങളൊരു കവറിലാക്കി അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. മക്കൾക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ പിന്നെ പെരയിലെത്തിയാല് ഒപ്പം കൂട്ടത്തിൽ കൂടെ തിന്നുമ്പോ എന്തെന്നെ ആയാലും കുട്ടികൾക്ക് പോകുമല്ലോ. അപ്പൊ അത് വിചാരിച്ചിട്ട് പൊറുക്കി കൂട്ടിയതാണേ. അങ്ങനെ അതാ നടന്ന് ഞങ്ങൾ പെരയിലെത്തിക്കണേ. പെരയിലെത്തിയപ്പോൾ തന്നെ പിന്നെ ഉമ്മയും മുത്തമ്മയൊക്കെ പാടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടേന് കേട്ടോ. പുട്ടും ചിക്കൻ കറിയും ഒക്കെ ഓല് സെറ്റ് ആക്കിയിട്ടുണ്ടേനി. ഞങ്ങൾ വന്ന് പിന്നെ കഴിക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളേ. മക്കളൊക്കെ നീച്ചിട്ടുണ്ടേനി. നിങ്ങളെങ്ങോട്ടാണ് പോയത്, ഞങ്ങളെ കൊണ്ടുപോകാതെ എന്നൊക്കെ പറഞ്ഞ് ഓല അലമ്പാക്കണൊക്കെ ഉണ്ടായിനി.
പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞതാ ലഞ്ചൊക്കെ അങ്ങോട്ട് ചാടിയിരിക്കണേ. ഇന്ന് ഉണ്ടാക്കുന്നത് മന്തിയാണ്. മന്തി പിന്നെ ഉമ്മാന്റെ അഞ്ചത്തിയാണ് കേട്ടോ, മാമയാണ് കേട്ടോ ഏറ്റെടുത്തിക്കണത്. പിന്നെ ഉമ്മ അതാ ചിക്കനൊക്കെ വൃത്തിയാക്കി കഴുകിയാണ്ടൊക്കെ കൊടുക്കാന്ന് ഏറ്റിക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണേ. പിന്നെ ഈ മാമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ചിക്കനൊന്നും പീസ് ആക്കരുത്, മന്തിക്കാണ്, അതുപോലെ മതി എന്നുള്ളത്. മാമ പ്രത്യേകം പറഞ്ഞത് ഉമ്മ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നാ വീഡിയോ എടുക്കണ ഞാനാണെങ്കിലോ അതേറ്റ് ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ കുറെ പട കേട്ടപ്പോ ഞാൻ വന്ന് നോക്കുമ്പോ എന്താന്ന് വെച്ചാല് മക്കളൊക്കെ പാടെ മൂത്തമ്മാന്റെ പഴയ ബുക്കുകളും ഡയറികളും ഒക്കെ സോപ്പിട്ട് വാങ്ങണ തിരക്കിലാണ് കേട്ടോ. അപ്പൊ ഞാനും പറഞ്ഞു ഞാനാണ് മൂത്തമ്മ നിങ്ങളെ വലിയ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി സോപ്പിട്ട് ഇല്ലിക്കുള്ള നല്ല പുതിയ ഡയറി മൂത്തമ്മ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടേനി കേട്ടോ. ബാക്കി കുറച്ചൊക്കെ എഴുതിയതൊക്കെയാണ് മക്കൾക്ക് കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ നമുക്ക് മന്തിന്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. മാമയാണ് ഉണ്ടാക്കുന്നത്. മാമ പറഞ്ഞു ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എനിക്ക് പറ്റിയ റെസിപ്പി അങ്ങനെ അതാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഈ കുരുമുളകും പിന്നെ മന്തി മസാലയും മാഗി ക്യൂബ് ഒരു 2 കൂടിയൊക്കെ വേണേന് കേട്ടോ. അപ്പം അതൊക്കെ ഇട്ടിട്ട് മാഗി ക്യൂബൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഞവടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്ക നാരങ്ങയും പിന്നെ എന്താ മന്തിന്റെ വലിയ ഇതൊന്നും എനിക്ക് മന്തിനെ കുറിച്ച് വലിയ ഇതൊന്നും അറിയില്ല കേട്ടോ. മന്തി എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള സാധനമല്ല. പിന്നെ അതാ എത്ര തക്കാളിയാണ് അടിച്ചൊഴിച്ചത് എന്ന് എനിക്കറിയില്ല കേട്ടോ. അടിച്ച് ഒഴിക്കുന്ന സമയത്തുമാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. പിന്നെ മന്തിക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് മാമാൻ്റെതായിട്ട് മാമ ചെയ്യുന്ന രീതിയിലുള്ള റെസിപ്പിയാണ്. സാധാരണ മന്തിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ സംഗതികളൊന്നും ഇടൂലെന്നാണ് തോന്നുന്നത്. പിന്നെ മാമാന്റെ വക മാമ കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ടുണ്ടായിനി, കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിനി കേട്ടോ. ഈ മന്തി വലിയൊരു എരിവും രുചിയൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ. പിന്നെ ഈ സെപ്പറേറ്റ് മന്തിക്ക് വാങ്ങിയടേക്ക് അൽഫാം അങ്ങനത്തതൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ല പൊരിപൊരിയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ കഴിക്കൂട്ടോ. പിന്നെ ക്യാപ്സിക്കം പിന്നീടാണ് കിട്ടിയത്. ക്യാപ്സിക്കം അരിഞ്ഞിട്ടു. പിന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാവരും കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം എന്നാണ് മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ അരമണിക്കൂർ റെസ്റ്റിന്റെ അടിയിൽ ഇവിടെ നേരത്തെ ഡയറൊക്കെ വാങ്ങിയാൽ എന്താണ് ചെയ്യണത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. ചിത്രം വരക്ക എന്താ വരക്കണ മീശേ? ഇത് കൊരങ്ങനെ അല്ലേ? തുമ്പിക്കൈയിൽ കുരങ്ങനോ? ഇത് ആന. പിന്നെ എന്താ ഇതിനത്? കൊഴിയും കുരങ്ങനും കൊഴിയും കുഞ്ഞു ഇങ്ങനെ ചിഹ്നല്ലേ ഇതാ ചിഹ്നിട്ടിട്ട് ഇപ്പുറത്തും എഴുതിക്കണോ? ഫിൻമോൾ എന്താ ചെയ്തിട്ട് ഫിൻമോളെ കഥ സ്വന്തം ചെയ്തേ. പിന്നെ നമ്മൾ കുറക്കി കൂട്ടിക്കൊണ്ടുവന്ന മാങ്ങകളൊക്കെ ഉണ്ടല്ലോ, അതിന് ചെനച്ചതും പഴുത്തതൊക്കെ നോക്കിയിട്ട് ഉമ്മ അതാ ചെറിയ ചെറിയ പീസാക്കിട്ട് കട്ട് ചെയ്ത് പിന്നെ അത് ഉപ്പുരുമി തിന്നൊക്കെ ചെയ്തിട്ടുണ്ടേനെ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പിന്നെ വിട്ടുപോയി. ഇങ്ങനൊക്കെ കൂടുന്ന സമയത്തേ ചില സമയത്ത് നമ്മൾ ആ വൈബ് ഇങ്ങോട്ട് ആസ്വദിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഞാനിങ്ങനെ മറക്കും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളെ മന്തിന്റെ ചിക്കൻ ഉണ്ടല്ലോ അത് അടുപ്പത്ത് കയറ്റിക്കണേ. പിന്നെ ഇപ്പുറത്ത് ഗ്യാസ് അടുപ്പുമേ മാമ ചോറിനുള്ള ചോറ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ വക സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ടുണ്ടേനി. എന്നിട്ട് പിന്നെ അതൊന്ന് വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച അരി ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അത്ര തന്നെ പരിപാടി. അപ്പൊ ഞാനിവിടെ പുറത്ത് വന്ന് നോക്കുമ്പോൾ എഴുതൽ കുത്തലൊക്കെ കഴിഞ്ഞ് അടുത്ത കളി ഓടിച്ചാടി മത്സരമാണ് കേട്ടോ. ഇതിലും പാഞ്ഞിട്ടും കയറി മറിഞ്ഞിട്ടും ഇല്ല കളിയാണ്. അതിന്റെ അടിയിൽ കൂടെ സെനിക്കുട്ടനും ഉണ്ടായിനെ. അതിന്റെ അടിയിൽ കൂടെ പോയിങ്ങാണ്ട് മൂത്തമാന്റെ ഒരു മുളകും തൈ ഉണ്ടായിനെ. ഒരു 5-6 മുളക് ഉണ്ടായിനി ആയി വരുന്നത്. അത് പറിച്ച് ആ മുളകും തൈയിന്റെ ഒരു കൊമ്പ് ഓടിച്ചിട്ടുണ്ടായിനി കേട്ടാ. ഞങ്ങൾ 2 ദിവസം നിന്ന സ്ഥിതിക്ക് കുറെ ഇങ്ങനെ അലമ്പ് പരിപാടികളൊക്കെ എടുത്തിട്ട് മൂത്തമ്മ മേലാലും വിരുന്ന് വിളിച്ചേണ്ടി വരൂല അമ്മാതിരി പരിപാടി ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ദമ്മിടുന്ന കാര്യം ഞാൻ മറന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ മാമ ദമ്മൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടേനി. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും ഞാൻ വിളിച്ചൊക്കെ ചെയ്തിട്ടുണ്ടേനി. ഞാൻ പിന്നെ ഓരോ കുട്ടികളെ പിന്നാലെ പോയിങ്ങാണ്ട് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു. പിന്നെ മാമ എന്നെ കുറെ നേരം കാത്തു നിന്ന് ലാസ്റ്റ് മാമ ഇത് ദമ്മിടാൻ സെറ്റ് ആക്കിയിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ കണ്ണിലൊക്കെ കോരിയിട്ട് പിന്നെ ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ട് ദമ്മിടാൻ വെച്ചു കേട്ടോ.
അങ്ങനെ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ കടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു മാളിയെ. വെറുതെ ഒരു പണിയില്ലാതെ കുത്തിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഉറക്കം വരുവേ. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടു മാളി എണീച്ചപ്പോൾ തന്നെ ഇതാ കയ്യമ്മ 2 കെട്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു ഒരു കയ്യമ്മ കാര്യത്തിലും ഒരു കയ്യമ്മ തമാശയിലും ഉള്ള കെട്ടാണ്. ഒരു കയ്യമ്മ എന്തോ കത്തി എന്തോ എടുത്ത് കണ്ട് ചെറുതായിട്ടൊന്ന് മുറിയാക്കിയിരിക്കണം കേട്ടോ. അപ്പൊ അതിനൊരു കെട്ട്. അപ്പൊ ഒരു കയ്യമ്മ കെട്ടുമ്പോൾ മറ്റേ കയ്യിനൊരു വിഷമം വരണ്ടാന്ന് വിചാരിച്ചിട്ട് മറ്റേ വിരലുമലും കെട്ടണം പറഞ്ഞിട്ട് കെട്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഞാൻ എണീച്ചപ്പോ എന്നോട് അതിന്റെ സങ്കടം പരിഭവമൊക്കെ പറഞ്ഞതാണ്. പിന്നെ ആള് ഈ കൈമത്തെ കെട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൈമ മുറിയിലെ കൈമ മാത്രം കെട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പിന്നെ ഡീസെന്റ് ആയത് കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ കാണുമ്പോൾ ആൾക്കൊരു ഡീസെന്റ് ആവല് കുറച്ച് കൂടുതലാണ് കേട്ടോ. അങ്ങനെ ആള് ഡീസെന്റ് ആയിക്കുന്നു. കുറച്ച് ബാക്ക് നമ്മളെ വീട്ടിൽ മന്തിയാണ് ഗായ്സ്. ആരെങ്കിലും വന്ന് തിന്നോളി. കടയാണ്. അങ്ങനെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി തിന്നുന്ന വീഡിയോ ഒന്നും പിന്നെ ഞാൻ ഇതേപോലെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പല ക്ലിപ്സും ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ആ എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നു പോകും. അങ്ങനെ മന്തിക്ക് തിന്ന് കുന്തം മുഴുകിയ പോലെ അന്തം വിട്ട് കുറച്ച് സമയം കണ്ട് ഒരു 2 മണിക്കൂർ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം ഒന്നും വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസത്തെ പ്രഭാതമാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിലും രാവിലെയൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര എനർജിയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ദാ ഒരു റോസാപ്പൂവ് വിരിഞ്ഞു വന്നിരിക്കുന്നു കേട്ടോ മൂത്തമ്മാൻ്റെത്. അപ്പൊ ഞാൻ അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. രാവിലെ ഞങ്ങള് ചായയൊക്കെ ചെറിയൊരു കാലി ചായയൊക്കെ കുടിച്ചിട്ട് നടക്കാൻ പോവാണ് കേട്ടോ. ഇന്നലത്തെ ആ നടത്ത വൈബ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നിപ്പോ ഞങ്ങൾ മാത്രല്ല വേറെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്നലെ കണ്ട വൈബൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഇവിടെ വേറെല്ലാവർക്കും പോരണം എന്നൊരാഗ്രഹം. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിന് ഇന്നലെ രാത്രിയിട്ടാ. നമ്മള് മാങ്ങ പറിക്കാൻ നിൽക്കാണ്. പിന്നെ ഇന്നലെ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇന്നലെ കൊണ്ടുപോയില്ല എന്നുള്ള പരിഭവത്തില് കുട്ടികളും പോന്നിട്ടുണ്ടായിനി. പിന്നെ ഇമ്മയും മൂത്തമ്മയും ഒക്കെ പോന്നിട്ടുണ്ടായിനി. ഇന്നലെ ഞാനും മാമിയും ഒറ്റക്കേനല്ലോ. ഇന്നിപ്പോ എല്ലാരും പോന്നിക്കണേ. ഇമ്മമ്മിയും ഇല്ല, അജു ഇല്ല. അജു പിന്നെ പോരുന്നില്ലാറിനെ. പിന്നെ ജനിക്കുട്ടനാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ. അപ്പൊ അജുവിനെ ഏൽപ്പിച്ച് പോകുന്നതാണ് കേട്ടോ. അഥവാ ജനിക്കുട്ടൻ ഓടുകയാണെങ്കിൽ എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോന്നിക്കേനി കേട്ടോ. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ഇന്റെ പൂവ് പിളക്കൽ പരിപാടി ഒരു തലക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്പ്യാർ വട്ടം ഇമ്മ പിന്നെ തട്ടത്തിന്റെ തുമ്പില് ഈ കാട്ടുമുല്ലൊക്കെ അല്ലേ അതൊക്കെ പറിച്ച് കുറേ പൂവുകൾ ഈ നന്ദ്യാർവട്ടവും ഒക്കെ ഇങ്ങനെ ചാടി കിടക്കുന്നതും ഒക്കെ ഉമ്മ പൊറുക്കി എടുത്തിട്ടുണ്ടേനി കേട്ടോ. കുഞ്ഞിപ്പെണ്ണുകൾക്ക് മാലയാക്കിയിട്ട് തലയിൽ ചൂടാന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വന്ന അതേ വൈബ് പാടത്തിലെത്തിപ്പെട്ടെ. ഈ പാടത്തിനെ കുറിച്ചൊക്കെ ഞങ്ങൾ കുറച്ച് പൊലിപ്പിച്ച് അങ്ങോട്ട് പോയിട്ട് ഓൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇന്ന് ഉമ്മാക്കും മൂത്തമ്മാക്കും പോരാൻ വലിയ ഹരം കയറിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഗൈഡ് ഇന്ന് വടിയൊക്കെ എടുത്തിക്കണേ. കാരണം ഇന്ന് കുട്ടികളൊക്കെ പിന്നാലെ ഉണ്ടായതുകൊണ്ട് വടി വേണമെന്നാണ് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗൈഡ് ഇതിന്റെ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു ഇരിപ്പിടുണ്ട്. അവിടെ ഞാനും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ക്ഷീണിതരായിക്കണേ. പിന്നെ ഇവിടെ മാവുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ മാമി ഇമ്മയും മെനക്കിട്ട് താഴത്ത് കൂടെ ചാടിയ മാങ്ങകളൊക്കെ പറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഓല് മാങ്ങ പെറുക്കി വരുന്ന വരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് സമയം വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഒരു 6:30 ആയപ്പോഴത്തേന് ഇറങ്ങിയിട്ടുണ്ടായിനെ. പക്ഷെ ഇന്ന് ഞങ്ങൾ 7-7:30 ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നേരം വെളുത്തൊക്കെ വെളിച്ചം വെച്ചിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഞങ്ങൾ അറിയാത്ത നാടായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഒരു മടിയൊന്നും ഫീൽ ചെയ്യണില്ല. അറിയുന്ന നാടാകുമ്പോഴാണല്ലോ ഞങ്ങൾക്കൊരു മടിയൊക്കെ ഉണ്ടാക്കുക. ഗൈഡാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ടായിനി കേട്ടോ. ഇല്ല കാട്ടിലും മലയിലും ഒക്കെ കയറി ഇറങ്ങി മാങ്ങ പറിച്ചണമെന്ന് പറഞ്ഞിട്ട് കലമ്പാക്കിയിട്ട് ഞങ്ങൾ ഏതായാലും 2 ദിവസം നിന്നപ്പോഴത്തേന് ഞങ്ങൾ അതിലൊക്കെ ഏതോ നാട്ടിൽ ആൾക്കാർ വന്ന് ഇവിടെ ആകെ പറയിപ്പിച്ച് പോയി എന്നുള്ള മട്ടത്തിൽ ഞങ്ങൾ ആക്കി പോന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഒരു മാവ് നിറച്ച് പൂത്ത് നിൽക്കുന്ന മാങ്ങ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതാ മാങ്ങ പൊറുക്കൽ കഴിഞ്ഞു. ഇത്രയും മാങ്ങ കിട്ടിയിട്ടൊന്ന് മാങ്ങ കാണുമ്പോ കവറും തന്നെ അവിടെ എവിടെന്നെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കവറൊക്കെ ഇങ്ങനെ വരുന്ന പോലെ കവർ അവിടെ ഇടയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ പിന്നെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതാ കഴിഞ്ഞ് തിരിച്ചു പോകാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാടവും കുന്നൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോഴത്തേന് സമയം 8 മണി ആയിട്ടുണ്ടായിനി കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ. ഇന്നലെ പിന്നെ ഉമ്മയും മൂത്തമ്മയൊന്നും പോരാത്തോണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ ഞങ്ങള് വന്നിട്ട് ഇന്ന് മസാല ദോശയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പൊ മസാലയൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തിരിക്കുന്നത്. ദോശ മാമ ചുട്ടെടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ.
അങ്ങനെ മസാല ദോശന്റെ പണിയൊക്കെ മാമ ഏറ്റെടുത്തിക്കണ്. പിന്നെ എന്താ കുട്ടികൾക്ക് ചൂട് കൊടുക്കണ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല ദോശയും ഗീ റോസ്റ്റ് ഒക്കെ ആ ചൂട് കൊടുക്കണ കഴിക്കുമ്പോഴാണല്ലോ ആ ഒരു രസം. പിന്നെ മസാല ദോശ വേണ്ടവർക്ക് മസാല ദോശ, അത് വേണ്ടാത്തവർക്ക് ഗീ റോസ്റ്റ്, അങ്ങനെയൊക്കെ പല വിധത്തിൽ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ നമ്മള് ഇമ്മ പറിച്ചുകൊണ്ടുവന്നില്ലേ, ഇമ്മ ഇത്രയും പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് ഇതാ ഇമ്മമ്മ മാല കോർക്കുന്നുണ്ട് കേട്ടോ. സൂചി നൂലൊക്കെ കൊണ്ടുവന്ന് എടുത്തിട്ട് നിയമോളും പിന്നുമോളൊക്കെ സോപ്പിട്ട് ഇമ്മമാനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് കാട്ടുമുല്ലായതുകൊണ്ട് കോർത്തെടുക്കാൻ കുറച്ചുകൂടി പ്രയാസമാണ് കേട്ടോ. കാട്ടുമുല്ലേത് ആ നല്ല മുല്ല മണക്കും ചുറ്റിയിലേറെ. ഇതിനൊരു മണം കൊണൊന്നുമില്ല. ആ അല്ല എന്തായാലും ഇത് മുഴുവനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം അവൾക്ക് രണ്ടാക്കും തലയിൽ ചൂടാൻ പോയ ഭാഗത്തിന് ഒരു 2 മാലമ്മ കോർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇതാക്കാന് എന്താ കോർത്തെടുക്കാൻ കുറച്ച് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ഇമ്മമ്മ അത് കുറച്ചൊക്കെ ഒന്ന് കോർത്തെടുത്ത് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇവിടെ രണ്ടാമതൊരു റോസ് വിരിഞ്ഞ കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് വലിയ റോസയിനെ. അപ്പൊ അത് ഞാൻ പറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതിനെ. പക്ഷേ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിലെ നടന്നപ്പോൾ ഇത് വീഡിയോ എടുത്ത സമയത്തൊന്നും സെനക്കൂട്ടം നീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സംഗതി മാറിയത് കേട്ടോ. അങ്ങനെ ദാ ചപ്പാത്തിയും ചിക്കൻ കറിയും റെഡി. അതല്ല മസാല ദോശയാണല്ലോ ഉണ്ടാക്കിയത്, അത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ചപ്പാത്തി ഉള്ളത് ഒന്ന് ചുട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മസാല ദോശയും ചപ്പാത്തിയും ഒക്കെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചെന്ന വലിയ റോസല്ലേ, അത് ഇവന് ഒറ്റക്ക് പോയിട്ട് പറിച്ചിട്ടുണ്ടായിനി കേട്ടോ. എന്നിട്ട് മുള്ളൊക്കെ കുത്തിയിട്ട് ഇതാ ഇമ്മാനോട് വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടേ. അല്ലെങ്കിൽ ഉമ്മമാനെ കണ്ടാ പിന്നെ ഒരു പരാതിയും പരിഭവം ഒന്നും ഇന്റെ അടുത്തേക്ക് എത്തൂല കേട്ടോ. ഒക്കെ ഉമ്മമ്മ ആണ് സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ആള്. ഉമ്മമാന്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ ഓനെ. റോസ പൂ പറിച്ചാണ് മുള്ളെത്തിക്കണ് കജിമ. ഇന്നലെ മുറിയായതിമ്മ തന്നെ ആയിക്കൂടെ പോയിങ്ങാണ്ട് പൂ പറിച്ചാണ് മുള്ളും കുത്തിക്കണ തന്നെ. എന്നിട്ട് പറയണ്ട മൂത്തമ്മ പറയണ്ടോ, മൂത്തമ്മ പറയണ്ട. അങ്ങനെ അന്ന് ഉച്ചച്ചോറും കൂടി തിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേനി കേട്ടോ. 2 ദിവസത്തെ വരുന്ന ഓൺലൈനി കേട്ടോ ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ വ്യാഴാഴ്ച പോയി, വെള്ളിയാഴ്ച പിന്നെ ഓൾറെഡി മദ്രസ ലീവാണ്, ശനിയാഴ്ച മദ്രസ ലീവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് അങ്ങോട്ട് എത്തണം, അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ മദ്രസും പോവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം നിന്ന് മനസ്സോടെ കുട്ടിയൊന്നും പോരാൻ പൂതിയന്നല്ലേ ഇനി കേട്ടോ. എല്ലാരും പാടെ കൂടുമ്പോ അതൊരു വൈബ് വേറെ തന്നെയാണല്ലോ. അപ്പൊ എന്തായാലും മനസ്സോടെ ഞങ്ങൾ പോന്നിട്ടുണ്ടേനി. ജനിക്കുട്ടൻ ബസ്സിൽ കയറി പാടനെ ഉറങ്ങിയിട്ടുണ്ടേനി. ആ ഉറക്ക് കുറച്ച് സമയം മാത്രം ഉള്ളതിന് കേട്ടോ, പെരിന്തൽമണ്ണ എത്തണ വരെ. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആള് വേറെ ആളേനു. ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഓൻ അവിടുന്ന് കയറിയപ്പോ തന്നെ ഉറങ്ങി, വലിയ അലമ്പും കാര്യങ്ങളൊന്നും ആളുണ്ടാക്കിയിട്ടില്ലേന് കേട്ടോ. ഇങ്ങോട്ടത്തെ യാത്ര ഭയങ്കര സുഖേനി. പക്ഷെ തിരിച്ചു പോയപ്പോ വേറെ ലെവലേനി കേട്ടാ. അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടും, അമ്മാതിരി പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ചെറുക്കൻ കാഴ്ചവെച്ചിനേതാ ഇതേപോലെ സീറ്റിൽ ചവിട്ടി കയറിയിട്ടും. പിന്നെ കുറച്ച് സമയം എന്റെ മടിയിലിരിക്കുമ്പോ തോന്നും അജിക്കുട്ടന്റെ മടിയിലിരിക്കലാണ് നല്ലതെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പത്തേക്ക് ചാടി. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഉടനെ വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.